system. അപ്പോൾ surface water system എന്ന് പറഞ്ഞാൽ സർഫസിലെ വാട്ടർ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട സർഫസ് വാട്ടർ സിസ്റ്റത്തിൽ ഡൈവേർഷൻ ആൻഡ് സ്റ്റോറേജ് സിസ്റ്റം. So any hydraulic structure which supplies water to the off-taking canal is called a headwork. Headwork എന്ന് പറഞ്ഞാൽ it is a hydraulic structure which supplies water to off-taking canal. ഒരു റിവറിൽ നിന്ന് ബ്രാഞ്ച് ചെയ്ത് പോകുന്ന കനാലിലോട്ട് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഹൈഡ്രോളിക് സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് ഹെഡ് വർക്ക്. ഈ ഹെഡ് വർക്ക് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്, സ്റ്റോറേജ് ഹെഡ് വർക്ക് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. എന്താണ് സ്റ്റോറേജ് ഹെഡ് വർക്കും ഡൈവേർഷൻ ഹെഡ് വർക്കും? ആ പേര് പോലെ തന്നെ ഒന്ന് സ്റ്റോറേജിനും ഒന്ന് ഡൈവേർഷനുമാണ്. അപ്പോൾ ലെറ്റ് us see what is a storage head work. A storage head work comprises the construction of a dam across the river. It stores water during the period of excess supplies in the river and releases it when demand overtakes available supply. അതായത് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് എ ഡാം അക്രോസ് ദ റിവർ. ഒരു റിവറിന് അക്രോസ് ആയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു റിസർവോയർ ഫോം ആവും. ആ റിസർവോയറിനകത്ത് ഡാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബാരിയർ അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് ഡാം. ഈ ഡാം നമ്മളൊരു റിവറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു റിസർവോയർ ഫോം ആവും. ആ റിസർവോയറിനകത്ത് എന്ത് സംഭവിക്കുന്നു? വാട്ടർ സ്റ്റോർ ആയി കിടക്കും. അപ്പോൾ ഈ സ്റ്റോറേജ് ഹെഡ് വർക്കിലുള്ള വാട്ടർ നമുക്ക് സ്റ്റോറേജ് ഹെഡ് വർക്കിൽ എങ്ങനെ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും? എക്സസ് സപ്ലൈ ഉള്ളപ്പോൾ, അതായത് കൂടുതൽ റെയിനോ അല്ലെങ്കിൽ റിവറിലെ എക്സസ് സപ്ലൈ ഉള്ള സമയത്ത് സ്റ്റോറേജ് ഹെഡ് വർക്ക് ഉപയോഗിച്ച് നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും വാട്ടറിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാട്ടറിന്റെ ഡിമാൻഡ് സപ്ലൈയേക്കാളും കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈ സ്റ്റോറേജ് ഹെഡ് വർക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിനെ നമുക്ക് റിലീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. Whereas diversion head work എന്ന് പറഞ്ഞാൽ it serves to divert the required supply into the canal from the river. നമുക്ക് ആവശ്യമുള്ള സപ്ലൈയെ റിവറിൽ നിന്ന് കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള head work ആണ് ഈ diversion head work. So diversion head work has the following purposes. First one is it raises the water level in the river so that the commanded area can be increased. It regulates the intake of water into the canal. First is it raises water level in the river so that commanded area can be increased. River inde command area increase ചെയ്യാൻ വേണ്ടി റിവറിലെ വാട്ടർ ലെവലിനെ റേസ് ചെയ്യാൻ ഡൈവേർഷൻ ഹെഡ് വർക്ക് സഹായിക്കും. അടുത്ത പർപ്പസ് എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ. കനാലിലോട്ടുള്ള ഇൻടേക്കിനെ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഇസ് ഇറ്റ് കൺട്രോൾസ് ദ സിൽറ്റ് എൻട്രി ഇൻ ടു ദ കനാൽ. കനാലിലോട്ടുള്ള സിൽറ്റ് എൻട്രിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോർത്ത് പോയിന്റ് ഇസ് ഇറ്റ് റെഡ്യൂസസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ലെവൽ ഓഫ് സപ്ലൈ ഇൻ ദ റിവർ. റിവർ സപ്ലൈയിലെ ഫ്ലക്ച്വേഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സപ്ലൈ വരത്തക്ക വിധത്തിൽ ഫ്ലക്ച്വേഷൻസ് ഇൻ സപ്ലൈ എല്ലാം ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. Then it stores water for tiding over small periods of short supplies. അതായത് കുറച്ച് നേരത്തേക്ക് വേണ്ടി വാട്ടർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കൊണ്ട് പറ്റും. അതായത് കുറച്ച് സപ്ലൈ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കുറച്ച് സമയത്തേക്ക് ചെറിയ ചെറിയ സപ്ലൈസ് ഒക്കെ ആണെങ്കിൽ ഡൈവേർഷൻ ഹെഡ് വർക്കിനും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. So these are the surface water systems, storage system and diversion system. അത് തന്നെ ഹെഡ് വർക്ക് ആണ് സ്റ്റോറേജ് ഹെഡ് വർക്കും ഡൈവേർഷൻ ഹെഡ് വർക്കും. യൂഷ്വലി ഈ ഭാഗത്തുനിന്ന് ഈ ക്വസ്റ്റ്യൻ വരാറില്ല. നെക്സ്റ്റ് ഇസ് ഫ്ലോ ഡ്യൂറേഷൻ കർവ്. റിവർ ഫ്ലോയിൽ വരുന്ന ഫ്ലോ ഡ്യൂറേഷൻ കർവ്. Flow duration curve. Flow duration curve എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഇയറിൽ അത് വൈഡ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സ്ട്രീമിലെ ഫ്ലോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാട്ടർ ഇയർ കൺസിഡർ, അതായത് പീരീഡ് പറയുന്നത് ഒരു വാട്ടർ ഇയർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സ്ട്രീമിലെ ഫ്ലോ ഒരിക്കലും യൂണിഫോം ആയിരിക്കില്ല. ഇറ്റ് കീപ്സ് ഓൺ varying, and the variability of stream flow can be studied by plotting flow duration curve for the given stream.
ഈ സ്ട്രീം ഫ്ലോയുടെ വേരിയബിലിറ്റി നമുക്ക് അറിയാൻ വേണ്ടി ഒരു ഫ്ലോ ഡ്യൂറേഷൻ കർവ് ആ പർട്ടിക്കുലർ സ്ട്രീമിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഫ്ലോ ഡ്യൂറേഷൻ കർവ് is also known as discharge frequency curve. Flow duration curve, or it is also known as discharge frequency curve. Flow duration curve ന്റെ വേറൊരു പേരാണ് discharge frequency curve. ഇത് എന്ത് ടൈപ്പ് ഓഫ് കർവ് ആണെന്ന് നോക്കാം. It is a curve plotted between stream flow and percentage of time the flow is equaled or exceeded. Stream flow versus percentage of time the flow is equal or exceeded. Percentage of time the flow is equal or exceeded. അതൊരു അങ്ങനത്തെ ഒരു കർവ് ആണ് ഫ്ലോ ഡ്യൂറേഷൻ കർവ്. അപ്പോൾ ഫ്ലോ ഡ്യൂറേഷൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രീം ഫ്ലോയും പെർസെൻറ്റേജ് ഓഫ് ടൈം ഫ്ലോ ഇസ് ഈക്വൽ ഓർ എക്സീഡഡ്, അത് തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ഡ്യൂറേഷൻ കർവ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫ്രീക്വൻസി കർവ്. ഈ പെർസെൻറ്റേജ് ഓഫ് ടൈം ദ ഫ്ലോ ഇസ് ഈക്വൽ ഓർ എക്സീഡ്, പർട്ടിക്കുലർ ഫ്ലോ ഉണ്ടെങ്കിൽ അതിന് എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈമിൽ അത് എക്സീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈക്വൽ ചെയ്യുന്നോ നോക്കും. അപ്പോൾ സ്ട്രീം ഫ്ലോ വേഴ്സസ് ആ പെർസെൻറ്റേജ് ഓഫ് ടൈം ദ ഫ്ലോ ഇസ് ഈക്വൽ ഓർ എക്സീഡഡ് എന്ന് പറയുന്ന ഒരു കർവ് ആണ് ഫ്ലോ ഡ്യൂറേഷൻ കർവ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫ്രീക്വൻസി കർവ്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രീം ഫ്ലോയെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ആൻഡ് if the number of individual values is large and the data to be used can be of daily values, weekly values or monthly values, then the plotting position of any discharge can be taken as pp is equal to m by n plus 1. ആ pp എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ്. നിങ്ങൾ അത്രയൊന്നും അറിയണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് സ്ട്രീം ഫ്ലോയും പെർസെൻറ്റേജ് ഓഫ് ടൈം ദ ഫ്ലോ ഇസ് ഈക്വൽ ഓർ എക്സീഡ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു പ്ലോട്ടാണ് ഫ്ലോ ഡ്യൂറേഷൻ കർവ് ഓർ ഡിസ്ചാർജ് ഫ്രീക്വൻസി കർവ്. ഫ്ലോ ഡ്യൂറേഷൻ കർവ് ഓർ ഡിസ്ചാർജ് ഫ്രീക്വൻസി കർവ്. ഫ്ലോ ഡ്യൂറേഷൻ കർവ് ഓർ ഡിസ്ചാർജ് ഫ്രീക്വൻസി കർവ്. നമ്മൾ എന്തൊക്കെ നോക്കി? സർഫസ് വാട്ടർ സിസ്റ്റത്തിൽ എന്താണ് രണ്ട് ടൈപ്സ് ഉള്ളത്? സർഫസ് വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെഡ് വർക്ക്. ഇതിൽ രണ്ട് ടൈപ്സ് ആണ്, ഡൈവേർഷൻ സിസ്റ്റവും സ്റ്റോറേജ് സിസ്റ്റം. ഓർ ഡൈവേർഷൻ ഹെഡ് വർക്ക് ആൻഡ് സ്റ്റോറേജ് ഹെഡ് വർക്ക്. അതെന്താണ്, അതിന്റെ പേർപ്പസ് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് റിവർ ഫ്ലോയിലെ ഫ്ലോ ഡ്യൂറേഷൻ കർവ്. എന്താണ് ഫ്ലോ ഡ്യൂറേഷൻ കർവ്? അടുത്ത ടോപ്പിക് വരുന്നത് ഫേം yield ആണ്. അത് നമ്മൾ yield ഓഫ് റിസർവോയർസിനകത്തും പഠിക്കും. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് reservoir. Next is reservoir. Now what is a reservoir? Dams are constructed across the rivers and streams to create an artificial lake or reservoir behind.
ഡാംസ് നമ്മൾ എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? സ്ട്രീംസിനോ ലേക്സിനോ അക്രോസ് ആയിട്ടാണ് നമ്മൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനാണ്? ടു ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക് ഓർ റിസർവോയർ ബിഹൈൻഡ്. ഒരു ആർട്ടിഫിഷ്യൽ ലേക്കോ റിസർവോയറോ അതിന്റെ പുറകിലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അക്രോസ് റിവേഴ്സ് ആൻഡ് ലേക്സ്. സോ ഡാംസ് ആൻഡ് റിസർവോയർസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് എക്സ്പെൻസീവ് എലിമെന്റ്സ് ഇൻ multi-purpose river basin development, and they require very careful planning, design and operations. അതായത് നമ്മൾ ഈ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വളരെയധികം പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് പിന്നെ അതിന്റെ ഓപ്പറേഷനും എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് construct ചെയ്യാൻ പറ്റൂ. So number of problems arise in the design, construction and operation of dams and reservoirs. So storage works are constructed to serve many purposes. നമ്മൾ നേരത്തെ diversion works ന്റെ purpose പറഞ്ഞ പോലെ storage headworks ന് ഒരുപാട് purposes ഉണ്ട്. So let's see what are the purposes of storage works. Storage works are constructed to serve many purposes. First one is storage and control of water for irrigation. ഇറിഗേഷന് വേണ്ടി സ്റ്റോർ ചെയ്യാനും വാട്ടർ സ്റ്റോർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് സ്റ്റോറേജ് വർക്കിന്റെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഓഫ് വാട്ടർ ഫോർ ഡൊമസ്റ്റിക് യൂസസ്. ഡൊമസ്റ്റിക് യൂസസിന് വേണ്ടി വാട്ടർ സ്റ്റോർ ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനും സ്റ്റോറേജ് വർക്ക് യൂസ് ചെയ്യാം. ദെൻ വാട്ടർ സപ്ലൈസ് ഫോർ ഇൻഡസ്ട്രിയൽ യൂസസ്. ഓരോ ഇൻഡസ്ട്രിക്ക് വേണ്ടി വാട്ടർ സപ്ലൈ ചെയ്യാനും നമുക്ക് റിസർവോയറോ അല്ലെങ്കിൽ സ്റ്റോറേജ് വർക്ക്സ് യൂസ് ചെയ്യാം. Then for the development of hydroelectric power development റിസർവോയറിന്റെ ആവശ്യമുണ്ട്. Then increasing water depth for navigation. നമ്മളൊരു സ്റ്റോറേജ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നു. ആ ഒബ്സ്ട്രക്ഷൻ കാരണം പുറകിലോട്ടുള്ള വാട്ടറിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യും, വിച്ച് ഇസ് യൂസ്ഫുൾ ഫോർ നാവിഗേഷൻ. അതായത് ഇപ്പോൾ ഒരു റിവറിലോ അല്ലെങ്കിൽ ഒരു ചാനലിലോ നാവിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർട്ടൻ ഡെപ്ത് ഓഫ് വാട്ടർ വേണ്ടി വരും. ആ ഡെപ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ പോസിബിൾ അല്ല. അപ്പൊ നാവിഗേഷനുള്ള സഫീഷ്യന്റ് ഡെപ്ത് ഈ സ്റ്റോറേജ് സിസ്റ്റം കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ദെൻ റീക്ലമേഷൻ ഓഫ് ലോ ലയിങ് ലാൻഡിനെ റീക്ലെയിം ചെയ്തെടുക്കാം. ദെൻ പ്രിസർവേഷൻ ആൻഡ് കൾട്ടിവേഷൻ ഓഫ് യൂസ്ഫുൾ അക്വാട്ടിക് ലൈഫ്. ഈ വാട്ടർ നമ്മൾ അക്വാട്ടിക് ലൈഫിന്റെ പ്രിസർവേഷനും കൺസർവേഷനും യൂസ് ചെയ്യാൻ പറ്റും, കൾട്ടിവേഷന് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫോർ റെക്രിയേഷൻ. റിസർവോയർ എന്നുള്ള അതായത് സ്റ്റോറേജ് സിസ്റ്റത്തിലെ വാട്ടർ നമുക്ക് റെക്രിയേഷനും യൂസ് ചെയ്യാം. So depending upon the purposes served, reservoirs may be classified into 4 types. റിസർവോയർസിനെ നമുക്ക് 4 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ്. Depending on the purpose. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. There are 4 classifications for a reservoir. First one is storage or conservation reservoir. Storage or conservation. Second one is flood protection reservoirs. Flood protection. Third one is distribution. And the fourth one is multi-purpose reservoir. So depending on the purposes served, reservoir serve ചെയ്യുന്ന purpose അനുസരിച്ച് നമുക്ക് റിസർവോയർസിനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവോയർ. സെക്കൻഡ് വൺ ഇസ് ദ ഫ്ലഡ് പ്രൊട്ടക്ഷൻ റിസർവോയർസ്. തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർസ്. ആൻഡ് ദ ഫോർത്ത് വൺ മൾട്ടി പർപ്പസ് റിസർവോയർസ്. ആ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി കാണും എന്തൊക്കെയായിരിക്കും ഓരോ റിസർവോയറിന്റെ പർപ്പസ്. Now let us see each one in detail. Storage or conservation reservoir. അപ്പോൾ അതിന്റെ പ്രൈമറി യൂസ് എന്താണെന്ന് വെച്ചാൽ
primary uses for water supplies for irrigation, hydroelectric development, domestic and industrial supplies. Irrigation, hydroelectric development, domestic and industrial supplies. ഇതിനെല്ലാം വേണ്ടി വാട്ടർ സപ്ലൈ ചെയ്യാനാണ് സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവോയറിന്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത്. അതായത് ആ സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവോയറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടർ ഇറിഗേഷനും ഹൈഡ്രോ ഇലക്ട്രിക് ഡെവലപ്മെന്റിനും ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സപ്ലൈസിനും വേണ്ടി സപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് അതിന്റെ പ്രൈമറി യൂസ്. Then a river does not carry same amount of water throughout the year and may carry large quantities in the other part of the year. A river does not carry the same part of water throughout the year and may carry large quantities in the other part of the year. So a storage reservoir is constructed to store the excess water during the period of large supplies and release it gradually as and when needed. പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ റിവറിന്റെ നമ്മളിപ്പോൾ റിവറിലെ ഫ്ലോ നോക്കുവാണെങ്കിൽ എപ്പോഴും യൂണിഫോം അല്ല. റിവറിന്റെ ഫ്ലോ എപ്പോഴും യൂണിഫോം അല്ല. അതായത് സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആയിരിക്കില്ല റിവറിലൂടെ ത്രൂ ഔട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ലാർജ് സപ്ലൈ ഒരു റിവറിൽ ലാർജ് സപ്ലൈ ചിലപ്പോൾ ഒരു പാർട്ട് ഓഫ് ദി ഇയറിൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. റിവറിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് വാട്ടർ എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിവറിനകത്ത് ലാർജ് ഫ്ലോ വരുന്ന സമയത്ത് ഈ സ്റ്റോറേജ് റിസർവോയർ കൺസ്ട്രക്ട് ചെയ്ത് എക്സസ് വാട്ടർ, ലാർജ് സപ്ലൈസിന്റെ സമയത്തുള്ള എക്സസ് വാട്ടറിനെ സ്റ്റോറേജ് റിസർവോയറിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് റിവറിലെ വാട്ടർ തികയാതെ വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഡിമാൻഡ് റിവർ സപ്ലൈയെക്കാളും കൂടുതലാകുമ്പോൾ, ഡിമാൻഡ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോറേജ് റിസർവോയറിന് ഗ്രാജുവലി ആവശ്യമനുസരിച്ച് വാട്ടർ നമ്മൾ റിലീസ് ചെയ്ത് എടുക്കും നമ്മുടെ ആവശ്യത്തിന്. അതാണ് സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവോയർ. Now second one is flood control reservoirs. Flood protection or flood control reservoirs. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലഡ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫ്ലഡ് കൺട്രോൾ റിസർവോയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. Flood control or flood protection reservoirs are those which store water during flood and release it gradually at a safe rate when the flood reduces. ഫ്ലഡ് വരുന്ന സമയത്ത് വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് ഫ്ലഡ് കുറയുമ്പോൾ അത് ഗ്രാജുവലി സേഫ് റേറ്റിൽ റിലീസ് ചെയ്യും. അതായത് നമ്മളുടെ റിവറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയെക്കാളും കൂടുതൽ വാട്ടർ വരുമ്പോഴാണ് ഫ്ലഡ് ആവുന്നത്. അപ്പോൾ ഫ്ലഡിങ്ങിന്റെ സമയത്ത് ഫ്ലഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫ്ലഡ് കൺസർവേഷൻ റിസർവോയറിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് ഫ്ലഡ് കുറയുമ്പോൾ സേഫ് റേറ്റിൽ ഗ്രാജുവൽ ആയിട്ട് വാട്ടർ നമ്മൾ റിലീസ് ചെയ്യും. അതായത് ഇപ്പൊ ഇത്രയും ഫ്ലഡ് ആയ സമയത്ത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തുറന്നു വിടാൻ പറ്റില്ല, പിന്നെ ഫ്ലഡിങ് ഉണ്ടാവും. അതാണ് പറയുന്നത് ഫ്ലഡ് കുറയുന്ന സമയത്ത് സേഫ് റേറ്റിൽ ഗ്രാജുവൽ ആയിട്ട് ആ വാട്ടർ റിലീസ് ചെയ്യും. So by the provision of artificial storage during the floods, flood damage downstream is reduced. നമ്മളിങ്ങനെ ഫ്ലഡ് പ്രൊട്ടക്ഷൻ റിസർവോയർ, അതായത് ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് സിസ്റ്റം ആണ് നമ്മൾ ഈ ഫ്ലഡ് പ്രൊട്ടക്ഷൻ റിസർവോയർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഫ്ലഡിന്റെ ടൈമിൽ ഡൗൺ സ്ട്രീമിലോട്ടുള്ള ഡാമേജ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഫ്ലഡ് കൊണ്ടുണ്ടാകുന്ന ഡാമേജിനെ റെഡ്യൂസ് ചെയ്യാം. There are two pillars in flood prevention planning. One is riverbed stabilizing planning for stabilizing river channel from upper stream down to the estuary, and flood disposition planning for causing the flood water to flow down without doing any damage. So flood control by means of a dam is a part of the flood disposition planning covering the whole river system, and it shares part of riverbed stabilizing പ്ലാനിങ് ഓൾസോ. നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫ്ലഡ് പ്രൊട്ടക്ഷൻ റിസർവോയർ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ അതെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലഡിന്റെ ടൈമിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് ഫ്ലഡ് കുറയുമ്പോൾ വാട്ടർ ഗ്രാജുവൽ ആയിട്ട് സേഫ് റേറ്റിൽ റിലീസ് ചെയ്യും. Here what we are doing is we are providing artificial storage during floods. So by the provision of artificial storage during floods, the flood damage downstream is reduced. The flood damage downstream is reduced. അതാണ് flood protection reservoir or flood conservation control reservoir. Flood protection or flood control
flood protection or flood control reservoirs. Now third one is distribution reservoir. Distribution reservoir. Distribution reservoir is a small storage reservoir used for water supply in a city. ഒരു സിറ്റിയിലെ വാട്ടർ സപ്ലൈക്ക് യൂസ് ചെയ്യുന്ന സ്മോൾ സ്റ്റോറേജ് റിസർവോയർ ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിലെ സ്റ്റോറേജ് കുറവായിരിക്കും. അതൊരു സിറ്റിയിലൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ അക്കൗണ്ട്സ് ഫോർ ദ വേരിയിങ് റേറ്റ് ഓഫ് വാട്ടർ ഡ്യൂറിങ് ദ ഡേ. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ വേരിയിങ് റേറ്റ് ഓഫ് വാട്ടർ ഡ്യൂറിങ് ദ day. So a distribution reservoir permits pumping plants and water treatment works to operate at a constant rate. അതായത് പമ്പിംഗ് പ്ലാന്റ്സിനെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ ട്രീറ്റ്മെന്റ് വർക്ക്സിനെയൊക്കെ കോൺസ്റ്റന്റ് റേറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ റിസർവോയേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതായത് വാട്ടർ പമ്പിംഗ് പ്ലാന്റ്സും വാട്ടർ ട്രീറ്റ്മെന്റ് വർക്ക്സും ഉണ്ട്. അവിടെയൊക്കെ ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ വേണം. അതായത് നമുക്ക് നമ്മൾക്കറിയാം നമ്മൾക്ക് ഇവിടെ വാട്ടർ സപ്ലൈ ഉണ്ടല്ലോ. നമ്മുടെ വാട്ടർ സപ്ലൈയിൽ ഒരിക്കലും റേറ്റ് മാറുന്നില്ല, എപ്പോഴും കോൺസ്റ്റന്റ് സപ്ലൈ ആയിരിക്കും. മഴ ഉണ്ടോ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ ഇറസ്പെക്റ്റീവ് ആയിട്ടും amount ഓഫ് വാട്ടർ ഡാമിൽ റിവറിൽ എത്ര ഉണ്ടെന്നുള്ളതെന്നല്ല, കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരേ റേറ്റിലാണ് എപ്പോഴും വാട്ടർ സപ്ലൈയിലൂടെ വെള്ളം വരുന്നത്. അത് ഈ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ഉള്ളത് കൊണ്ട് എന്താണ്, വെള്ളം കുറവാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടർ നമ്മുടെ ആവശ്യമുള്ള റേറ്റ് അനുസരിച്ച് അതിൽ നിന്നും കൂടെ സപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് എന്നും കോൺസ്റ്റന്റ് റേറ്റിൽ വാട്ടർ കിട്ടും. അതാണ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ അക്കൗണ്ട്സ് ഫോർ varying rate of water during the day and permits pumping plants and water treatment works to operate at a constant rate. Constant water supply ആകുമ്പോൾ constant rate of flow ആകുമ്പോൾ constant rate അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. The varying demand rate exceeding to constant pumping rate is met from the distribution reservoir. കോൺസ്റ്റന്റ് പമ്പിംഗ് ആയിരിക്കും, എന്നും നമ്മൾ ഒരേ അളവായിരിക്കും പമ്പ് ചെയ്യുന്നത്. പക്ഷേ ഡിമാൻഡ് റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഡിമാൻഡ് റേറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് പമ്പിംഗ് ആയിരിക്കും, ഡിമാൻഡ് റേറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിന്റെ സഹായം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതെ വാട്ടർ നമുക്ക് കിട്ടും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ഒരു സിറ്റിയിലെ വാട്ടർ സപ്ലൈക്കൊക്കെയാണ് യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റോറേജ് അതിന് സ്മോൾ സ്റ്റോറേജ് ആയിരിക്കും. ഒരു ഡാമിന്റെ റിസർവോയർ പോലെ വലിയ സ്റ്റോറേജ് ആയിരിക്കില്ല, സ്മോൾ സ്റ്റോറേജ് ആയിരിക്കും. ലാസ്റ്റ് വൺ ഇസ് മൾട്ടി-പർപ്പസ്. Multi-purpose reservoir is that it serves more than one purpose. ഒന്നിലധികം പർപ്പസസ് സെർവ് ചെയ്യുന്ന ഒരു റിസർവോയർ ആണ് multi-purpose reservoir. Multi-purpose, many purposes, more than one purpose serve ചെയ്യുന്ന ഒരു റിസർവോയർ. Example, a reservoir designed to protect the downstream area from floods and to store water for irrigation and hydroelectric purposes is a multi-purpose reservoir. അതായത് ചില റിസർവോയേഴ്സ് എന്താണ് ഇറിഗേഷനും ഹൈഡ്രോഇലക്ട്രിക് പർപ്പസസിന് വേണ്ടി വാട്ടർ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഡൗൺ സ്ട്രീമിലെ ഫ്ലഡിനെയും കൺട്രോൾ ചെയ്യും. അപ്പോൾ അതൊരു മൾട്ടി-പർപ്പസ് റിസർവോയർ ആണ്. സോ വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് റിസർവോയേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ പർപ്പസ്? സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവോയർ, ഫ്ലഡ് പ്രൊട്ടക്ഷൻ ഓർ ഫ്ലഡ് കൺട്രോൾ റിസർവോയർ, ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ആൻഡ് മൾട്ടി-പർപ്പസ് റിസർവോയേഴ്സ് and multi-purpose reservoirs. So ഇതൊക്കെയാണ് 4 types of reservoirs. These are the 4 types of reservoirs. Now next is selection of site for a reservoir. Site selection for reservoir. എങ്ങനെയാണ് റിസർവോയറിന് വേണ്ടി സൈറ്റ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. The first point is കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. First is the geological condition of the catchment area should be such that population losses are minimum and maximum runoff is
obtained. Percolation loss minimum ആയിരിക്കണം. Maximum runoff ഉള്ള ഒരു ജിയോളജിക്കൽ കണ്ടീഷൻ ഉള്ള കാച്ച്മെന്റ് ഏരിയയിൽ വേണം നമ്മൾ റിസർവോയറിന് പ്ലാൻ ചെയ്യാൻ. അതായത് ജിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ കാച്ച്മെന്റ് ഏരിയ ഷുഡ് ബി സച്ച് ദാറ്റ് percolation losses are minimum. Percolation losses minimum ആയിരിക്കണം. Maximum runoff നമുക്ക് വേണം. Second point is the reservoir site should be such that quantity of leakage through it is a minimum. Quantity of leakage through the reservoir minimum ആയിരിക്കണം. അങ്ങനെയുള്ള സൈറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. Highly permeable rocks ഒക്കെ ആണെങ്കിൽ water tightness reduce ചെയ്യും. അപ്പോൾ rocks which are not likely to allow passage of water include shale, slate, schist, gneiss, crystalline, igneous rocks such as granite. അപ്പം porous ആയിട്ടുള്ള റോക്സ് ഉള്ളിടത്തൊന്നും കൊണ്ടുപോയി കൺസ്ട്രക്ട് ചെയ്യരുത്. വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള റിസർവോയർസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന്റെ റിസർവോയർ സ്ട്രക്ചറിന്റെ ഇടയിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് the reservoir site should be such that quantity of leakage through it is a minimum. Then suitable dam site must exist. The dam should be founded on sound watertight rock base and percolation below dam should be minimum. ഒരു പ്രോപ്പർ ഡാം സൈറ്റ് ഉള്ളിടത്ത് വേണം റിസർവോയറിനെ പ്ലാൻ ചെയ്യാൻ. അവിടെ എങ്ങനെയാണ് the dam should be founded on sound watertight rock base. ഡാം എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് റോക്ക് ബേസിലായിരിക്കണം ഡാമിന്റെ ഫൗണ്ടേഷൻ വരുന്നത്. സോ ദാറ്റ് percolation below the dam is minimum and the cost of dam is often a controlling factor in selection of site. ഡാമിന്റെ കോസ്റ്റും സൈറ്റ് സെലക്ഷനെ അഫക്റ്റ് ചെയ്യും. Fourth point is the reservoir basin should have narrow opening in the valley so that length of dam is less. റിസർവോയർ ബേസിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നാരോ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഡാമിന്റെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. നാരോ ഓപ്പണിംഗ് ആണെങ്കിൽ ഡാമിന്റെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. Then cost of real estate for reservoir including road, railroad, dwelling, relocation etc. must be as less as possible. Real estate cost എല്ലാം കുറവായിരിക്കണം. Then the topography of the reservoir site should be such that it has adequate capacity without submerging excessive land and other properties. Excessive land ഓ വേറെ പ്രോപ്പർട്ടീസിനെ ഒന്നും സബ്മേർജ് ചെയ്യാത്ത വിധത്തിലുള്ള കപ്പാസിറ്റി, adequate capacity reservoir സൈറ്റിന്റെ ടോപ്പോഗ്രഫിക്ക് ഉണ്ടായിരിക്കണം. Now seventh point is the site should be such that a deep reservoir is formed. സൈറ്റ് എങ്ങനെയായിരിക്കണം? ഡീപ്പ് റിസർവോയർ ഫോം ചെയ്യാൻ പറ്റത്തക്ക വിധത്തില് ഒരു സൈറ്റ് ആയിരിക്കണം. Deep reservoirs are preferable to shallow ones because lower cost of land submerged per unit of capacity. പിന്നെ evaporation loss കുറവായിരിക്കും. പിന്നെ weed growth കുറവായിരിക്കും. അപ്പോൾ റിസർവോയർ എപ്പോഴും നമ്മൾ വൈഡർ ആക്കുന്നതിന് പകരം ഡീപ്പർ ആയിട്ട് വേണം. ഷാലോ റിസർവോയർസിന് പകരം ഡീപ്പർ റിസർവോയർസ് വേണം നമ്മൾ പ്രിഫർ ചെയ്യാൻ. ഡീപ്പർ റിസർവോയർസ് ആകുമ്പോൾ എങ്ങനെയാണ് ഇവോപ്പറേഷൻ ഒക്കെ കുറവായിരിക്കും. നെക്സ്റ്റ് ഇസ് ദ റിസർവോയർ സൈറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് അവോയ്ഡ്സ് water from tributaries which carry high percentage of silt. Silt carrying tributariesനെ അവോയ്ഡ് ചെയ്ത വിധത്തിലെ ഒരു സൈറ്റ് ആയിരിക്കണം. And the last condition is, or last factor is, reservoir site should be such that water stored in it is suitable for the purpose of which the project is undertaken. എന്ത് പർപ്പസിനാണോ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത് ആ പ്രോജക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സൈറ്റ് വേണം ചൂസ് ചെയ്യാൻ. മനസ്സിലായി? ഇപ്പൊ ഡ്രിങ്കിങ് പർപ്പസിന് കൊടുക്കുന്ന വാട്ടർ ആണെങ്കിൽ ഒത്തിരി ഇമ്പ്യൂർ വാട്ടർ ഒന്നും ആവാൻ പാടില്ല സ്റ്റോർ ചെയ്യാൻ. ഓഫ്കോഴ്സ് വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തുമെങ്കിലും തീരെ മോശം ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് അപ്പൊ നമ്മൾ ഏത് പർപ്പസിനാണോ ഈ റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ പർപ്പസിന് വേണ്ടതക്ക വാട്ടർ ആയിരിക്കണം അതിൽ സ്റ്റോർ ചെയ്യുന്നത്. ദീസ് ആർ ദ വേരിയസ്